ഇന്നില്ല അടിപൊളി ഞാൻ ആദ്യമായിട്ട് വെച്ചൊരു ചോറുണ്ട്. കഥ പറയാ, കഥയല്ല റെസിപ്പി പറയാം കേട്ടോ. അപ്പോൾ അതിനേക്ക് ഞാൻ വറ്റൽമുളക്, ഇതിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് എരിവാണല്ലോ അതുകൊണ്ടിട്ടത്. പിന്നെ ഏലക്ക, പിന്നെ ഇതാ കറാമ്പൂ, പിന്നെ മല്ലി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പാങ്ങിൽ വറുത്തിട്ടെടുക്കണം കേട്ടോ. നല്ല പാങ്ങിൽ തന്നെ വറുത്തിട്ടെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പാങ്ങിൽ പൊടി റെഡിയാക്കണം. അപ്പോൾ ഹനീതിൻ്റെ മസാലയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഈ മസാല ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതാ 2 മാഗി ക്യൂബ് ഇട്ടിട്ട് നല്ല പാങ്ങിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. ഇനി ഇതിൽത്തുനിന്ന് വരുന്ന വെള്ളം, ഈ വെള്ളമെല്ലാം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാ നല്ല പാങ്ങിൽ വെന്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈസിലേക്കുള്ള ആവശ്യമുള്ളത് എടുക്കുക. ഇത് വെന്തിട്ടുണ്ട്, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റൈസിലേക്ക് ഒരു ഉള്ളി ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് കുറച്ച് ഏലക്കയും പട്ടയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഒരു 4 തക്കാളി ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് പിന്നെ 4 പച്ചമുളക്, പിന്നെ ഒരു മാഗിൻ്റെ ക്യൂബ് ഇട്ടിട്ട് അത് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഞാൻ ഇതാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ സ്റ്റോക്കില്ലേ ചിക്കൻ വേവിച്ച ഇതും കൂടി ഒഴിച്ച് പിന്നെ ഇതാ മറ്റേ ബസ്മതി റൈസല്ലേ, ഒരു പാട്ട റൈസിന് 2 പാട്ട വെള്ളം അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള മസാല പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ല പാങ്ങിൽ പൊരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ചിക്കനെല്ലാം ഇതുപോലെ ആയിട്ട് കിട്ടട്ടെ. എന്ത് മണം അറിയോ, ഭയങ്കര മണം, നല്ല ഒരുമാതിരി നമുക്ക് പൊന്നെടുത്തിട്ട് തിന്നാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് അരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അരിയുടെ വന്നുകൊണ്ട് വരുന്നുണ്ട്. ഒരു പാട്ടയ്ക്ക് 2 പാട്ട വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ റൈസും റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കന് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. പിന്നെ ഒരു കാണാനൊരു മുഞ്ചിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് പൊത്തിയിട്ട് കുറച്ചൊരു ദമ്മിൽ വെക്കാം. കുറച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ എൻ്റെ മോനെ വരുന്നൊരു മണം ഉണ്ട് കേട്ടോ. ചോറ് ഇങ്ങനെ ഭാരി തിന്നോളും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എന്ത് മണം അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ആക്കിയത്, പക്ഷേ ഫസ്റ്റ് ഒന്നും പറയില്ല കണ്ടാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം. ഓക്കെ, ബൈ.